വഴിയിൽ ഇതുവരെ കാണാത്തൊരു ബോർഡ് തൂക്കിയിട്ടത് കണ്ടു. അതെന്താണെന്നറിയാനുള്ള ആകാംക്ഷയിൽ അടുത്തുപോയി നോക്കി. അതിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു: എനിക്ക് കാഴ്ചശക്തി വളരെ കുറവാണ്. ഈ വഴിയിൽ എവിടെയോ 50 രൂപ കളഞ്ഞുപോയിട്ടുണ്ട്. ആർക്കെങ്കിലും അത് ലഭിക്കുകയാണെങ്കിൽ ഈ എഴുതിയ വിലാസത്തിൽ എത്തിച്ചു തന്നാൽ വളരെ ഉപകാരമായിരിക്കും. വായിച്ചു കഴിഞ്ഞപ്പോൾ ആ സ്ഥലം വരെ ഒന്ന് പോയി നോക്കാമെന്ന് കരുതി. പൊളിഞ്ഞു വീഴാറായ ഒരു കുടിലിന് മുന്നിൽ അവശയായ ഒരു വൃദ്ധ സ്ത്രീ ഇരിക്കുന്നത് കണ്ടു. എന്റെ കാലൊച്ച കേട്ടിട്ടാകണം പതുക്കെ തല ഉയർത്തി ആരാ എന്ന് ചോദിച്ചു. അമ്മുമ്മ, ഞാൻ ഈ വഴി പോകുമ്പോൾ ഒരു 50 രൂപ കളഞ്ഞു കിട്ടി. അടുത്ത് തന്നെ അമ്മൂമ്മയുടെ വിലാസത്തിലുള്ള ആ ബോർഡും ഞാൻ കാണാനിടയായി. ഇതായിരിക്കും അമ്മൂമ്മയുടെ കളഞ്ഞുപോയ 50 രൂപ. അത് പറയുമ്പോൾ അവരുടെ കണ്ണുകൾ നിറയാൻ തുടങ്ങി. മോനെ, ഇപ്പോൾ തന്നെ കുറേ പേര് 50 രൂപ വഴിയിൽ നിന്നും കിട്ടിയെന്നും പറഞ്ഞ് എന്നെ ഏൽപ്പിച്ചിട്ട് പോയി. മോൻ പറഞ്ഞ പോലെ ഒരു ബോർഡ് ഞാനായിട്ട് എവിടെയും തൂക്കിയിട്ടില്ല. എനിക്ക് എഴുത്തും വായനയും അറിയുകയുമില്ല. അത് സാരമില്ല, ഈ 50 രൂപ കൂടി അമ്മുമ്മ വെച്ചോളൂ എന്നും പറഞ്ഞ് ആ 50 രൂപ അവരുടെ ചുക്കിച്ചുളിഞ്ഞ കൈകളിൽ തിരികെ പോകാൻ ഒരുങ്ങിയപ്പോൾ, മോനെ, പോകുന്ന വഴി മോൻ ആ ബോർഡ് കൂടി എടുത്തു മാറ്റണം. ഇതിനു മുൻപ് വന്നവരോടും ഞാൻ ആ ബോർഡ് മാറ്റാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരത് മാറ്റാത്തത് കൊണ്ടല്ലേ വീണ്ടും വീണ്ടും ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. മോനെങ്കിലും ആ ബോർഡൊന്ന് മാറ്റണമെന്ന് അവരപേക്ഷിച്ചു. ഏതോ ഒരു മഹാമനസ്കനായ ഒരാൾ അന്ധയായ അവരെ സഹായിക്കാൻ കണ്ടെത്തിയ മാർഗത്തെക്കുറിച്ചായിരുന്നു തിരിച്ചു നടക്കുമ്പോൾ എൻ്റെ ചിന്ത മുഴുവൻ. ഒരാളെ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളെ സഹായിക്കാൻ എന്തുമാത്രം വഴികളാണ് തെളിഞ്ഞു വരുന്നത് എന്നൊക്കെ ചിന്തിച്ച് നടക്കുമ്പോൾ പിന്നിൽ നിന്നും ഒരു വിളി: സർ, ഈ വിലാസം അടുത്തല്ലേ? ഒന്നും പറയാതെ അയാളെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ട് അവിടേക്ക് പോകാനുള്ള കാരണവും അയാൾ തന്നെ പറഞ്ഞു. ഒരു 50 രൂപ ഇവിടെ നിന്ന് എനിക്ക് കളഞ്ഞു കിട്ടിയിട്ടുണ്ട്. അത് ഏൽപ്പിക്കാനാണ്. അറിയാതെ തന്നെ എൻ്റെ വിരലുകൾ ആ കുടിലിന് നേരെ തിരിഞ്ഞു. അദ്ദേഹം ആ കുടില് ലക്ഷ്യമാക്കി നടക്കുമ്പോൾ ഒരു തുള്ളി കണ്ണുനീര് എൻ്റെ കാഴ്ചയെ മറച്ചു. മനുഷ്യത്വം മരവിക്കാതിരിക്കാൻ നമുക്കിനിയും പ്രാർത്ഥിക്കാം.